എൻ്റെ രണ്ടാമത്തെ ബുക്കായിരുന്നു GK പഠിക്കാൻ നൂതന മാർഗം എന്ന് പറയുന്നൊരു ബുക്ക്. അഥവാ ഇത് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്ന രീതിയായിരുന്നു. അപ്പോൾ എനിക്കിത് ഇങ്ങനെയുള്ളൊരു കാര്യം വെച്ച് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു ബുക്ക് ചെയ്താലോ. അപ്പോൾ ഇത് ആര് പബ്ലിഷ് ചെയ്യും? അപ്പോൾ ഞാൻ ആദ്യത്തെ ബുക്ക് എൻ്റെ സ്വന്തം റിസ്ക് എടുത്ത് ചെയ്തതാണ്. അത്യാവശ്യം നല്ല എമൗണ്ട് ആയിട്ടുണ്ട്. ഒരു പബ്ലിക്കേഷനെ സമീപിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി എളുപ്പമാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ആരെ കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ബുക്ക് കണ്ടു കേട്ടോ. അപ്പോൾ ആ ബുക്കിലൊരു കോൺടാക്ട് നമ്പർ ഉണ്ട്. ഞാൻ വിളിച്ചു. എൻ്റെ പേര് നിസാം എന്നാണ്. എനിക്കിങ്ങനൊരു ബുക്ക് ചെയ്യണം. അപ്പോൾ അപ്പുറത്ത് ഫോൺ എടുത്ത ആൾ ലിവ പബ്ലിക്കേഷൻ്റെ ഫസീം കെയാണ്. ഞാൻ അദ്ദേഹത്തോട് ഇപ്പോഴും വല്ലാത്തൊരു റെസ്പെക്റ്റാണ്. കാരണം അന്ന് ആരാണെന്ന് അറിയാത്ത പോലും എന്നെ അക്സെപ്റ്റ് ചെയ്ത് അതിനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നു. ഇതുകൂടാതെ ഈ ബുക്കിൻ്റെ കൂടെ ഞാൻ അന്ന് CD ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ CD-യിൽ അത് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാ സപ്പോർട്ടും അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബുക്ക് പുറത്തിറക്കിയത്. ഈ ബുക്ക് തന്നെ ഏകദേശം 4 എഡിഷനോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനെ വലിയ രീതിയിൽ എൻ്റെ മനസ്സിൽ കുറച്ച് ആൾക്കാരുണ്ടായി ഇതിനെ പബ്ലിഷ് ചെയ്യിപ്പിക്കാൻ, പ്രകാശനം ചെയ്യിപ്പിക്കാനൊക്കെ വേണ്ടി. പക്ഷേ ഞാനിത് ബുക്ക് ഇറക്കി 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അഡ്വൈസ് ലഭിച്ചു. ഫയർഫോഴ്സിൽ ജോലി കിട്ടി. പിന്നെ ജോലിയാണല്ലോ അന്ന് ഏറ്റവും പ്രാധാന്യം. കാരണം അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യായിരുന്നു. പിന്നെ തൽക്കാലം ബുക്ക് എന്ന് പറയുന്ന ഭാഗം ഞാൻ തൽക്കാലത്തേക്ക് അവിടെ മറിച്ചു വെക്കുകയാണ് ചെയ്തത്. പിന്നീട് ഞാൻ ഏകദേശം 23-ാമത്തെ വയസ്സിലാണ് ഞാൻ ഗവൺമെൻറ് സർവീസിൽ കയറിയത്. അതിൻ്റെ കഥകളൊക്കെ ഞാൻ പറയാം. എങ്ങനെയാണ് ഈ ഒരു ചെറുപ്രായത്തിൽ സർവീസിൽ കയറാൻ പറ്റിയത് എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പം അടുത്ത ബുക്കിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.